ഹലോ. ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നും ഒരു ബിസിനസ് വളർത്താനും മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു മേഖലയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ബാക്ക്ഗ്രൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ് നടക്കുന്ന ഒരു മാന്ത്രിക ലോകം തന്നെ ഇപ്പോൾ ഉണ്ട്. അതെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഈ 2026 നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ 2026 അതിനുശേഷവും ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള അല്ലെങ്കിൽ എന്നാൽ കൃത്യമായി പഠിച്ചാൽ ആർക്കും വിജയിക്കാൻ സാധിക്കുന്ന ഒരു കരിയർ തന്നെയാണ് എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ സാധ്യമാകും എന്ന് ഞാൻ നോക്കാം. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു മാർക്കറ്റിംഗ് അപ്രോച്ച് നമുക്കുണ്ടായിരുന്നു. ഏതായിരിക്കും? ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തുണ്ടായിരുന്നു? ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച് ആയിരുന്നു. അതായത് TV-യിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, റേഡിയോയിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ഫ്ലക്സ്, ബാനർ, നോട്ടീസ്, ബിൽ ബോർഡ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ്. പക്ഷേ ഇതിലൂടെ നമുക്ക് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. മാത്രമല്ല നമുക്ക് ഒരുപാട് ചെലവും ഉണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയായിരുന്നു ഇത് ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വലയെറിഞ്ഞ് മീൻ പിടിക്കുക എന്നൊരു കോൺസെപ്റ്റാണ് ശരിക്കും ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ചിൽ വരുന്നത്. അതായത് നമ്മളൊരു കായലിൽ എന്ത് ചെയ്യുന്നു, വല എറിഞ്ഞ് മീൻ പിടിക്കുമ്പോൾ നമുക്കതിൽ താല്പര്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് മീനുകൾ നമുക്ക് കിട്ടാറുണ്ട്, ഇല്ലേ? വേണ്ടാത്ത ഒരുപാട് മീൻ നമുക്ക് കിട്ടും, ഇല്ലേ? അതാണ് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ എൻറ്റയർ ഡിഫറൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ എന്താണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടു കൂടി നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ ബ്രാൻഡോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ സഹായത്തോടു കൂടി ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഒരു ബ്രാൻഡോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. നമുക്ക് നേരത്തെ എന്താ പറഞ്ഞത്, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, വലയെറിഞ്ഞ് മീൻ പിടിക്കുക എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നതല്ല, പക്ഷെ എന്താണ്, ഉന്നം വച്ച് മീൻ പിടിക്കുക. അതാണ് നമുക്കൊരു കോൺസെപ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, ഉന്നം വച്ച് മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ ബിസിനസ്സിനെ വളർത്താനും നമുക്ക് അതിലൂടെ വൻ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, നേരത്തെ എന്താ പറഞ്ഞത് ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ കാര്യം? നമുക്ക് അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ പറഞ്ഞേ? TV അഡ്വർടൈസ്മെന്റ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്, റേഡിയോ, ബാനർ, പിന്നെന്ത് പറഞ്ഞു, ബിൽ ബോർഡ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തു അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? ഉദാഹരണം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ടൈപ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഓരോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.